بسم الله الرحمن الرحيم. إلى حضرة شيخنا وغوثنا وسندنا الشيخ محمد بن الشيخ محمد القادري الجشتي قدس الله سره العزيز ورضي الله عنه. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وأصحاب سيدنا محمد. أما بعد. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അവന്റെ ഇഷ്ടപ്പെട്ട അടിയാറുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പാന്റെ ഉമ്മത്തിയിൽ നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഗൗസുൽ ആലം അഷ്ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുപ്പാപ്പാന്റെ മുരീദന്മാരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ശൈഖ് തങ്ങളുടെ ഇഷ്ടപ്പെട്ട മുരീദന്മാരുടെ കൂട്ടത്തിൽ നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കലിമത്ത് തൗഹീദിന്റെ വാഹകരായി അത് നിലനിർത്തി അതിൽ ഉറച്ചു നിൽക്കുന്ന സത്യസന്ധരായ മുരീദന്മാരിൽ നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധമായ റബീഉൽ അവ്വൽ, ആ റബീഉൽ അവ്വലിന്റെ പരിസമാപ്തിയിലേക്ക് കടക്കുകയാണ്. 2 വസന്തങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വർഷത്തിൽ ആത്മദാഹികൾക്ക് നൽകിയിട്ടുള്ളത്. അവരുടെ ആത്മാവിനെ ഉത്തേജിപ്പിക്കാൻ 2 വസന്തത്തിന്റെ കാലം. ഒന്ന് റബീഉൽ അവ്വലാണെങ്കിൽ മറ്റൊന്ന് റബീഉൽ ആഖിർ. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനങ്ങളും അവദാനങ്ങളും ലോകം ഉടനീളം മുഴക്കപ്പെട്ട ഒരു സാഹചര്യം. ആ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എല്ലാ നിലയിലും ഒത്തുചേർന്ന് പിന്തുടർന്ന ആ ഖദമിലായി ലോകത്ത് ഉദിച്ചുയർന്ന ഒരു താരകമാണ് സുൽത്താനുൽ ഔലിയ ആയ
ഗൗസുൽ ആലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകള് മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ ഇന്നി അലാ ഖദമിൻ നബി ബദ്രിൽ കമാൽ സമ്പൂർണതയുടെ ചന്ദ്രനായിട്ടുള്ള പൂർണ്ണചന്ദ്രനായിട്ടുള്ള മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂർണ്ണമായ കാൽപാദത്തിലാണ് നിലകൊള്ളുന്നത് എന്ന് മഹാനരായ ഗൗസുൽ ആലം തങ്ങൾ തന്നെ തങ്ങളെ വിശേഷിപ്പിച്ച് പറഞ്ഞത് നമുക്കറിയാവുന്ന കാര്യമാണ്. ലാഹിറൻ വബാത്തിനൻ, പ്രത്യക്ഷമായും പരോക്ഷമായും, അതോടൊപ്പം അവിടുന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായുള്ള ബന്ധം അകാലമായിട്ടുള്ള ഒരു ബന്ധമാണ്. കാലം നിശ്ചയിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു ബന്ധമാണ് അവിടുന്ന് പുലർത്തിയിരുന്നത് എന്ന് ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടുത്തെ ജനനത്തിന്റെ മുമ്പും അവിടുന്ന് ഉദയം ചെയ്തതിന് ശേഷവും അവിടുന്ന് അസ്തമിച്ചതിന് ശേഷവും ലോകത്ത് മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പാപ്പാന്റെ ദീനിനെ നടത്താൻ സുൽത്താനായി എന്നും വിരാജിക്കുന്നവരാണ് ഗൗസുൽ ആലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. തഫ്രീജുൽ ഖാത്തിറിൽ മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറയാറുള്ള സമാനമായ ഒരു കാര്യം ഗൗസുൽ ആലം തങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിന്റെ 18ാമത്തെ പേജിൽ വദുക്കിറ അയ്ളൻ ഫീ റൗളത്തിൻ നവാദിർ ഫിൽ ബാബിൽ ഖാമിസ്. റൗളത്തുൻ നവാദിർ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ അതിന്റെ 5ാമത്തെ അധ്യായത്തിൽ പറയുന്നത് മില്ലദുൻ നബി ഹസൻ അൽ ബസ്രി, മഹാനരായ സൂഫി ഗുരുക്കന്മാരിലെ മുൻനിരയിലുള്ള മഹാനരായ അബുൽ ഹസനുൽ ബസ്രി മഹാനവറുകളുടെ ആ കാലം മുതൽ ഇലാ ളുഹൂരി ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ, മഹാനരായ ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പാന്റെ കാലഘട്ടം വരെ പ്രത്യക്ഷമായ എല്ലാ ഔലിയാക്കളും മാ തഖയ്യദ ശൈഖുൻ ഫീ മജ്ലിസിൻ വലാ ജലസ അലാ സജ്ജാദത്തിൻ ഇല്ലാ വബശറ ബിളുഹൂരി ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറുൽ കൈലാനി. മഹാനരായ അബുൽ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ കാലം മുതൽ മഹാനരായ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പ പ്രത്യക്ഷമായി ഭൂമിയിൽ വരുന്നതുവരെ ഏതൊരു ശൈഖും തന്റെ സ്ഥാന പദവി അലങ്കരിച്ച് ആ മജ്ലിസിൽ ഇരിക്കുമ്പോ, അല്ലെങ്കിൽ തനിക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരിക്കുമ്പോ ഇല്ലാ വബശറ ബിളുഹൂരി ശൈഖ് മുഹിയുദ്ദീൻ, മഹാനരായ ഗൗസുൽ ആലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ഉപ്പാപ്പാനെ പറ്റി സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. ഏതുപോലെ ലോകത്ത് വന്ന എല്ലാ നബിമാരും
ആ നബിമാരുടെയൊക്കെ ദൗത്യമുണ്ടായിരുന്നത് ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മത്തിൻ സുമ്മ ജാഅകും റസൂലും മുസദ്ദിഖുൽ ലിമാ മഅകും ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്ന. എല്ലാ നബിമാരും കരാറ് സ്വീകരിച്ചിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വരാൻ പോകുന്നുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് അതവരുടെ ഒരു ബാധ്യതയായിരുന്നു എന്നതുപോലെ സൂഫിയാക്കളുടെ പരമ്പരയിൽ നിലകൊണ്ട ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മുതൽ മഹാനരായ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പ ഭൂമിയിൽ ഉദിച്ചുയരുന്നത് വരെ എല്ലാ ഔലിയാക്കളും ഇങ്ങനെ ഒരു സുൽത്താനുൽ ഔലിയ ആയ ഗൗസുൽ ആലമായിട്ടുള്ള മുഹയ്യിദ്ദീനായിട്ടുള്ള അബ്ദുൽ ഖാദിർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മഹാ ശൈഖ് ഗൗസ് വരാൻ പോകുന്നുണ്ട്. വഖ്ബറ ബിഅന്നഹു ഖുതുബു സമാനിഹി, അവിടുത്തെ കാലഘട്ടത്തിലെ കുത്തുബായിരിക്കുമെന്നും എല്ലാ ഔലിയാക്കളും അറിയിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ലോകത്തെ എല്ലാ ഔലിയാക്കളും അറിഞ്ഞു വന്ന ഒരു വരവാണ് മഹാനരായ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പാൻ്റെത്. അതുമാത്രമല്ല, അത്ഭുതപ്പെടുത്തുന്ന പല പല സംഭവങ്ങളും തഫ്രീജുൽ ഖാത്തിറിൽ പറയുന്നുണ്ട്. അതിന്റെ മുഖദ്ദിമയിൽ, അതിന്റെ തുടക്ക ഭാഗത്ത് തന്നെ മഹാനവറുകള് ഇത്തരം അതിശയകരമായ അത്ഭുതകരമായ സംഭവങ്ങളെക്കുറിച്ച് പറഞ്ഞു വെക്കുന്നതിന് മുമ്പ് മഹാനവറുകൾ പറയുന്നുണ്ട്, മഹാന്മാരായ ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ജനിച്ചതിന് ശേഷവും ജനിക്കുന്നതിന് മുമ്പും അവരുടെ വഫാത്തിന് ശേഷവും അവർ ഭൂമിയിൽ കൈകാര്യം ചെയ്യുന്ന വ്യവഹാരങ്ങളെക്കുറിച്ച്, അവരുടെ വ്യവസ്ഥിതികളെക്കുറിച്ച്, അവരുടെ ജീവിത രീതികളെക്കുറിച്ച്, മൂന്ന് അവസ്ഥയിലുള്ള ജീവിത രീതികൾ, എങ്ങനെയാണ് അവർ റൂഹുമായി ആത്മീയ ലോകത്ത് ഈ മൂന്ന് അവസ്ഥയിലും ഇടപെടുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തെളിവ് സഹിതം പറയുന്നുണ്ട്. അത് മനസ്സിലാക്കി വെക്കണം. മഹാന്മാരായ ഔലിയാക്കൾക്ക് അല്ലാഹു നൽകിയ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരുപാട് കഴിവുകൾ അവർ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഗൗസുൽ ആലം തങ്ങളുടെ ഏറ്റവും വലിയ ഒരു സന്ദർഭം, മുഹൂർത്തം, അത് ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പാന്റെ ഏറ്റവും വലിയ മുഹൂർത്തം. ഖാല റളിയല്ലാഹു അൻഹു ലമ്മാ ഉരിജ ബിഹബീബില്ലാഹ്, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജ് ഏറിയപ്പോ, ലൈലത്തുൽ മിർസാദി, മിഅ്റാജിന്റെ രാത്രിയിൽ, ഇസ്തഖ്ബലല്ലാഹ അർവാഹുൽ അംബിയാഇ വൽ ഔലിയാഇ അലൈഹിമുസ്സലാം, എല്ലാ അംബിയാക്കളും ഔലിയാക്കളും അവരുടെ മഖാമുകളിൽ നിന്ന് അവരുടെ അർവാഹുകൾ അല്ലാഹുവിനെ എതിരേൽക്കുകയുണ്ടായി. ലി അജലി സിയാറത്തിഹി, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ തങ്ങളെ സിയാറത്ത് ചെയ്യുന്നതിനു വേണ്ടി. ഫലമ്മാ ഖറുബ നബിയുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പ അർശുൽ മജീദിനോട് അർശിലേക്ക് അടുത്തപ്പോ, റആഹു അദീമൻ റഫീഅൻ, അത് ഗംഭീരമായ വളരെ ഉയർന്ന ഒന്നായിട്ട് അതിനെ കാണുകയും ചെയ്തപ്പോ,
ലാ ബുദ്ദ ലിസ്സുഊദി ഇലൈഹി മിൻ സുല്ലമിൻ വമിർഖാത്ത്. അങ്ങോട്ട് കയറാൻ കോണിയും പടവും ആവശ്യമായി വന്നപ്പോൾ ഫഅർസലല്ലാഹു ഇലൈഹി റൂഹി, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഗൗസുൽ ആലം തങ്ങൾ പാപ്പാന്റെ റൂഹിനെ പറഞ്ഞയച്ചു. ഫവളഅതു കത്തിഫി മൗളിഅൽ മിർഖാത്ത്. പടവിന് പകരം മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുപാദങ്ങളെ വെക്കാൻ തന്റെ തോള് കാണിച്ചു കൊടുത്തു. ഫഇദൻ അറാദല്ലാഹു അൻ യളഅ ഖദമഹു അലാ റഖബതിഹി അറാദ. അന്നേരം മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുപാദങ്ങള് അവിടുത്തെ ചുമലിന്റെ മുകളിൽ വെച്ചു. സഅലല്ലാഹു അന്നി, ഇതാരാണെന്ന് ചോദിച്ചു. ഫഅൽഹമഹു, അവിടുന്ന് അറിയിച്ചു കൊടുക്കുകയാണ്. ഹാദാ വലതുക, ഇത് അങ്ങയുടെ മകനാകുന്ന ഇസ്മുഹു അബ്ദുൽ ഖാദിർ ആകുന്നു. ലൗലാ അന്നി ഖതംതു നുബുവത ബിക, അങ്ങ് നുബുവത്തിനെ അവസാനിപ്പിക്കുന്ന ഖാത്തിമുൽ അംബിയ ആയിട്ട് അങ്ങയെ നിശ്ചയിച്ചില്ലായിരുന്നുവെങ്കിൽ ലകാന ഹുവ അഹ്ലൻ ലഹാ ബഅദു, അതിന്റെ അർഹനായിട്ട് അവരായിരിക്കും, ഈ മകനായിരിക്കും ഉണ്ടാവുക. ഫശക്കറല്ലാഹു അലൈഹി, അല്ലാഹുവിന്റെ റസൂൽ ശുക്ർ ചെയ്തു. വഖാല ലീ ജദ്ദി, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപ്പാപ്പ ഗൗസുൽ ആലം തങ്ങളോട് പറഞ്ഞു, യാ ബുനയ്യ, മകനേ, തൂബാലക, നിനക്ക് സന്തോഷം. റഅയ്തനി, നീ എന്നെ കണ്ടില്ലേ. വവജദ്ത നിഅമതി, എന്റെ അനുഗ്രഹം ലഭിച്ചില്ലേ. സുമ്മ തൂബാ, പിന്നെയും സന്തോഷമാണ്. ലിമൻ റആക, ഗൗസുൽ ആലം തങ്ങളെ, അങ്ങയെ കണ്ടവർക്കൊക്കെ സന്തോഷമാണ്. വറആ മൻ റആക, അങ്ങയെ കണ്ടവർക്കും സന്തോഷമാണ്. വറആ മൻ റആ, കണ്ടവർക്കും സന്തോഷമാണ്. ഇലാ 27 തലമുറകൾ വരെ കണ്ടവരെ, അങ്ങനെ 27 ആ പിൻതലമുറയിൽ കണ്ടവരെ കണ്ടാൽ പോലും അവർക്ക് സന്തോഷമാണ്. വജഅൽതുക വസീരി ഫിദ്ദുനിയാ വല്ലാഖിറ, അങ്ങയെ എൻ്റെ മന്ത്രിയാക്കിയിരിക്കുന്നു ഞാൻ, ദുനിയാവിലും ആഖിറത്തിലും. വവളഅതു ഖദമി ഹാദിഹി അലാ റഖബതിക, അങ്ങയുടെ ചുമലിന്റെ മുകളിൽ എൻ്റെ കാൽപാദങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ. വഖദമാക അലാ റിഖാബി ജമീഇൽ ഔലിയാ, ലോകത്തുള്ള എല്ലാ ഔലിയാക്കളുടെയും ചുമലുകൾ അതിന്റെ മുകളിലാണ് അങ്ങയുടെ കാൽപാദങ്ങളുള്ളത്. എത്ര വലിയ ഉന്നതമായ സ്ഥാനവും ബന്ധവുമാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ടുള്ളത്. വേറൊരു റിവായത്തിൽ പറയുന്നുണ്ട്, വൈസയകൂനു ശഅ്നുഹു ബൈനൽ ഔലിയാ. ഗൗസുൽ ആലം തങ്ങളെ പരിചയപ്പെടുത്തി പറഞ്ഞപ്പോ പറഞ്ഞതാണ്, ഔലിയാക്കളിൽ ഉന്നത സ്ഥാനമുണ്ടാകും. കശഅനിക ബൈനൽ അംബിയാ, അംബിയാക്കൾക്കിടയിൽ അങ്ങയുടെ സ്ഥാനം
സുൽത്താനുൽ അംബിയ ആണല്ലോ. അതേ സ്ഥാനം ഗൗസുൽ ആളം തങ്ങൾക്കും ഔലിയാക്കൾക്കിടയിൽ സുൽത്താനുൽ ഔലിയാ എന്ന പദവിയുണ്ടാകുന്നതാണ്. ഇത് അവിടുന്ന് ജനിക്കുന്നതിൻ്റെ മുമ്പേയുണ്ടായ സംഭവമാണ്. അവിടുന്ന് ജനിക്കുന്നതിന് മുമ്പേ ഉണ്ടായ ഒരു ആസ്ഥാനവും അലങ്കാരവുമാണ് അവിടുക്ക് നൽകപ്പെട്ടത് ഇതിലൂടെ പറഞ്ഞിട്ടുള്ളത്. മുത്തറസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുന്ന് ലാഹിറൻ വബാത്തിനാ, പ്രത്യക്ഷമായും പരോക്ഷമായും അവിടുന്ന് ഒരുപോലെയായിരുന്നു. അതിനൊരുപാട് സംഭവങ്ങൾ പറയുന്നുണ്ട്. ഒരൊറ്റ സംഭവം, മഹാനരായ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പ മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ശാരീരികമായി സാമ്യതയെക്കുറിച്ച് പറയുന്നതുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ മഹാനവറുകൾ പല ഗ്രന്ഥങ്ങളിലായി പറയപ്പെട്ടിട്ടുണ്ട്. അവിടുന്ന് ജനിക്കുന്നതിന് മുമ്പ് മുത്ത് റസൂലുള്ള അവിടുത്തെ സ്ഥാനമാനങ്ങള് അവിടുത്തേക്ക് പതിച്ചു നൽകിയ സംഭവത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ? അതുപോലെ തന്നെ അവിടുത്തെ ഹയാത്ത് കാലത്ത് ഒരു സംഭവമുണ്ടായി. അന്നൽ ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു, ഗൗസുൽ ആലം തങ്ങൾ റളിയല്ലാഹു അൻഹു ജാഅ മറത്തൻ ഇലൽ മദീനത്തിൽ മുനവ്വറ, മദീന മുനവ്വറയിലേക്ക് വന്നു. വസ്തഖ്ബല മർഖദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് റസൂലുള്ളാഹിന്റെ റൗള ശരീഫിന അഭിമുഖമായി നിന്ന് 40 യൗമാ, 40 ദിവസം ഖായിമൻ വാദിഅൻ യദൈഹി, നിന്നുകൊണ്ട് വാദിഅൻ യദൈഹി അലാ സ്വദ്രിഹി, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് മുനാജിയൻ ബിഹാദൈനിൽ ബൈതൈനി, ഈ 2 വരികളാണ് പാടിക്കൊണ്ട് മുനാജാത്ത് നടത്തുന്നത്. ദുനൂബി കമൗജിൽ ബഹരി ബൽ ഹിയ അക്സറു കമിസ്ലിൽ ജിബാലി ശുമ്മി ബൽ ഹിയ അക്ബറു വലാകിന്നഹാ ഇൻദൽ കരീമി ദഅഫാ ജനാഹും മിനൽ ബഊദി ബൽ ഹിയ അസ്ഗറു. ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പ ഈ 2 വരികള് അവിടുന്ന് മുനാജാത്ത് നടത്തിയിട്ടങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ വഖറഅ ബിഖുർബിൽ ഹുജ്റത്തി ശരീഫ ഹാദൈനിൽ ബൈതൈനി, ഈ 2 വരികളും മഹാനവറുകൾ പാടി. ഫിഹാലത്തിൽ ബുഅ്ദിറു ഹൈകുൻ തുർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി വഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹളറത് ഫംദുദ് യദൈക ഫംദുദ് യമീനിക കൈ തുഹ്ലാ ബിഹാ ശഫതി. മഹാനരായ അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ സംബന്ധിച്ച് വളരെ പ്രസിദ്ധമായ ഒരു സംഭവമാണ് റൗള ഷരീഫിൽ നിന്ന് കൈനീട്ടിയ സംഭവം. അതേ സംഭവം ഗൗസുൽ ആലം തങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് എന്നാണ് തഫ്രീജുൽ ഖാത്തിറിൽ പറയുന്നത്. ഈ അതേ വരികളാണ് അവിടുന്ന് പാടിയതായിട്ട് പറയുന്നത്. ഫിഹാലത്തിൽ ബുഅ്ദി, ആത്മാവ് കൊണ്ട് ദൂരെയായ, ശരീരം കൊണ്ട് ദൂരെയായ സമയത്ത്, റോഹി എന്റെ ആത്മാവിനെ കുൻതുർസിലുഹാ, ഞാൻ അയച്ചിരുന്നു. തുഖബ്ബിലുൽ അർള അന്നീ വഹിയ നായിബതി, എന്റെ പ്രതിനിധിയായി വിശുദ്ധ ഭൂമിയെ ചുംബനം ചെയ്തുകൊണ്ട് എന്റെ ആത്മാവ് മടങ്ങി വരാറുണ്ടായിരുന്നു. വഹാദിഹി നൗബത്തുൽ അശ്ബാഹി, ആത്മാവിന്റെയും ശരീരത്തിന്റെയും ഒത്തുചേർന്ന
സംഗമ അവസ്ഥയാണിത്. ഖദ് ഹളറത് ഫംദുദ് യമീനിക കൈ തുഹ്ളാ ബിഹാ ശഫതി. അങ്ങയുടെ കരങ്ങളൊന്ന് നീട്ടിത്തന്ന് ഞാൻ ചുംബിക്കട്ടെ. ഫളഹറത് യദുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്ത് റസൂലുള്ളാഹിന്റെ കരങ്ങൾ പ്രത്യക്ഷമാവുകയും ഫസാഫഹഹാ, അവിടുന്ന് ചുംബിക്കുകയും ചെയ്തു, മുസാഫഹത്ത് ചെയ്തു. വഖബ്ബലഹാ, ചുംബിച്ചു. വവളഅഹാ അലാ റഅസിഹി, മുത്ത് റസൂലുള്ളാഹിന്റെ ഗൗസുൽ ആദം തങ്ങൾ ഉപ്പാപ്പാന്റെ തലക്കു മുകളിലായിട്ട് ആശീർവാദത്തിനു വേണ്ടി അവിടുന്ന് കരങ്ങൾ വെച്ചു കൊടുക്കുകയുണ്ടായി. ഈ രണ്ട് സംഭവങ്ങളും മഹാനരായ ഗൗസുൽ ആദം തങ്ങൾ ഉപ്പാപ്പാക്ക് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ജീവിതകാലത്ത് ജനിച്ചതിന് ശേഷം ഉണ്ടായ ബന്ധവും അതുപോലെ ജനിക്കുന്നതിന് മുമ്പേ ഉണ്ടായ ബന്ധവും ആണ് പറയുന്നത്. ഇനി അത് ഖിയാമത്ത് നാൾ വരെയുള്ള മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബന്ധം, ദീനിനെ നടത്താനുള്ള ബന്ധം, മുഹയ്യിദ്ദീനായിട്ടുള്ള ബന്ധം ഗൗസുൽ ആദം തങ്ങൾക്ക് ഖിയാമത്ത് നാൾ വരെ മുത്ത് റസൂലുള്ള നൽകിയതാണ്. എല്ലാരെ കോഴിയും കൂകിയടങ്ങുമേ മുഹയ്യിദ്ദീൻ കോഴി ഖിയാമത്തോളം കൂകും. മഹാനരായ ഗൗസുൽ ആദം തങ്ങൾ ഉപ്പാപ്പാന്റെ ഖാദിരിയ ത്വരീഖത്തിന്റെ സരണി, ആ വഴി അന്ത്യദിനം വരെ നിലനിൽക്കുന്നതാണ്. അവിടുന്ന് ഏൽപ്പിച്ചു വകുല്ലി ഉമ്മത്തിയൽ മദദർതലാഖൂൽ, എന്റെ ഉമ്മത്തിന് ഗൗസുൽ ആദം തങ്ങളെ അങ്ങാകണം, അൽ മദദ സഹായിയാകണം. ഫഅൻത ഖയ്യിമു ശർഈ, എന്റെ ശരീഅത്തിനെ നേരായ രീതിയിൽ നടത്തിപ്പോകുന്നവർ അങ്ങ് തന്നെയായിരിക്കും. വ ഇന്ന യദീ ഹാദിലദായിമതുൻ ലിമൻ യുരീദു ത്വരീഖി വഹിയ ഖായിമതുൻ. മഹാനരായ ഗൗസുൽ ആദം തങ്ങൾ ഉപ്പാപ്പ പറഞ്ഞ വരികൾ സദഖത്തുല്ലാഹിൽ കാഹിരി കുതുബിയത്തിലൂടെ പറയുന്നത് എന്താണ്? വഖുൽ, താങ് പറഞ്ഞതല്ലേ, ഇന്ന യദീ, എന്റെ കയ്യ്, ഹാദീ ലദായിമതുൻ, എന്നെന്നും നിലനിൽക്കുന്ന കരങ്ങളാണ്. ഹാദീ, എന്റെ ഈ കൈകൾ, ലദായിമതുൻ ലിമൻ യുരീദു ത്വരീഖി, എന്റെ വഴിയെ തേടിയ മനുഷ്യ നീ നിരാശപ്പെടണ്ട, എന്റെ കൈ എന്നും നിനക്ക് നിലനിൽക്കുന്നതാണ്. വഹിയ ഖായിമത്തുൻ ഖാമത്ത് ബിഹാ അൻഫുസുൻ ലിറുഷ്ദി റായിമത്തുൻ. മഹാനരായ ഗൗസുൽ ആദം തങ്ങൾ ഉപ്പാപ്പാന്റെ വഴി തേടി നടക്കുന്ന മനുഷ്യന് ഒരിക്കലും നിരാശപ്പെടാത്ത വിധത്തില് അവിടുത്തെ കൈകൾ എന്നെന്നും നിലനിൽക്കുന്നതാണെന്ന് ആര് പറഞ്ഞതാണ്? വഖുൽത എന്ന് കുതുബിയത്തിലൂടെ നമ്മൾ മഹാനരായ ഗൗസുൽ ആദം തങ്ങൾ ഉപ്പാപ്പാനോട് പറയുകയാണ്, അങ്ങ് പറഞ്ഞതല്ലേ, അങ്ങ് പറഞ്ഞതാണ് അങ്ങയുടെ കൈകളെന്നും നിലനിൽക്കുന്നുണ്ടെന്ന്. അപ്പൊ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി അന്ത്യദിനം വരെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപ്പാപ്പ ഏൽപ്പിച്ച ഒരു വഴിയാണ് ഗൗസുൽ ആദം തങ്ങൾ ഉപ്പാപ്പാന്റെ വഴി. ആ വഴി എന്നെന്നും നിലനിൽക്കുന്നതാണ്. എല്ലാവരും അത് അംഗീകരിക്കുന്ന കാര്യമാണ്, അതിലൊരു സംശയവുമില്ല.
അതുകൊണ്ട് അവിടുത്തെ ഒരു മുരീദായി മാറണം നമ്മൾ. അവിടുത്തെ വഴിയിൽ, ഖാദിരിയത്തിന്റെ വഴിയിലുള്ള ഒരാളായി മാറണം. അതാവണം നമ്മളുടെ ലക്ഷ്യം, അതാവണം നമ്മളുടെ മുറാദ്, അതായിരിക്കണം നമ്മളുടെ തേട്ടം. അതിനു വേണ്ടിയായിരിക്കണം നമ്മളുടെ പ്രാർത്ഥന. കാരണം ലോകം മുഴുവനും ഔലിയാക്കളായ ഔലിയാക്കളൊക്കെ കീഴ്വണങ്ങിക്കൊടുത്തത് മഹാനരായ ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പാക്കാണ്. അന്ത്യദിനം വരെ ഇനി വരാൻ പോകുന്ന സകലമാന ഔലിയാക്കളും അവിടുത്തേക്ക്, അവിടുത്തെ മുമ്പിൽ അവിടുത്തെ കാൽപാദങ്ങൾ വെക്കുന്നതിന് വേണ്ടി അവരുടെ പിരടികൾ വളരെ വിനയത്തോടെ താഴ്ത്തിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പാന്റെ വഴിയിൽ പ്രവേശിക്കാൻ, അതായിരിക്കണം നമ്മളുടെ ആഗ്രഹം. റൂഹുൽ ബയാനിൽ എന്ന് പറയുന്ന തഫ്സീറിൽ ഒരു ആയത്ത് വിശദീകരിക്കുന്നിടത്ത് ഒരു സംഭവം പറയുന്നുണ്ട്. വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും. ഈ ഭൂമിയിലുള്ള സകല വസ്തുക്കളും അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ദിക്റിലായിട്ട് നിലകൊള്ളുകയാണ് എന്നുള്ള സംഭവം, എന്നുള്ള ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് റൂഹുൽ ബയാൻ എന്ന് പറയുന്ന തഫ്സീറിൽ പറയുന്ന ഒരു സംഭവം. വദക്കറ ശൈഖ് അബൂ അംർ എന്നവര് മഹാനവർകളുടെ തൗബയെ കുറിച്ച്, അതിനുള്ള കാരണം തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ മുഴുകി അദ്ദേഹം മോചനത്തിന്റെയും മോക്ഷത്തിന്റെയും വഴിയിലേക്ക് പ്രവേശിക്കാൻ ഇടയായ കാരണത്തെക്കുറിച്ച് പറയുന്ന ഒരു സംഭവം. അന്നീ കുൻതു ലൈലതൻ അലാ ദഹരി മുതവജ്ജിഹൻ ഇലസ്സമാ. ആകാശത്തേക്ക് നോക്കി മലർന്ന് കിടക്കുകയാണ്. ഫറഅയ്തു ഖംസ ഹമ്മാമാത്തിൻ, 5 പ്രാവുകൾ. യഹ്ദാഹുന്ന തഖൂലു, ഒന്ന് പറയുന്ന അതിന്റെ തസ്ബീഹ് എന്താണെന്നറിയുമോ? മഹാനവകൾ മലർന്നു കിടക്കുമ്പോ കേൾക്കുകയാണ്. സുബ്ഹാന മൻ ഇൻദഹു ഖസായിനു കുല്ലി ഷൈഇൻ വമാ യുനസ്സിലുഹു ഇല്ലാ ബിഖദരിൻ മഅലൂം. ഒരു പ്രാവിന്റെ തസ്ബീഹാണ് മറ്റൊരു പ്രാവ് തഖൂലു പറയുന്നത്. സുബ്ഹാന മൻ അഅതാ കുല്ല ഷൈഇൻ ഖലഖഹു സുമ്മ ഹദാ. മൂന്നാമത്തെ പ്രാവ് പറയുന്നത് സുബ്ഹാന മൻ ബഅസൽ അംബിയാ ഹുജ്ജതൻ അലാ ഖൽഖിഹി വഫല്ലല അലൈഹി മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന തസ്ബീഹാണ്. നാലാമത്തെ പ്രാവിന്റെ തസ്ബീഹ് കുല്ലുമാ ഫിദ് ദുനിയാ ബാത്തിലുൻ, ദുനിയാവിലുള്ളതെല്ലാം ബാത്തിലാണ്. ഇല്ലാ മാ കാന ലില്ലാഹി വലി റസൂലിഹി, അല്ലാഹുവിനും റസൂലിനും വേണ്ടി കൊടുത്തതെന്തോ അതല്ലാത്തതൊക്കെ ബാത്തിലാണ്. വൽ ഖാമിസത്തു, 5-ാമത്തെ പ്രാവ് പറയുന്നത് യാ അഹ്ലൽ ഗഫ്ലത്തി, അശ്രദ്ധയുള്ളവരെ, ഖുമൂ ഇലാ റബ്ബിക്കും, റബ്ബിലേക്ക് പോയിക്കോളൂ, എഴുന്നേറ്റ് നിന്നോളൂ. റബ്ബിൻ കരീമിൻ, മാന്യനായ റബ്ബ്. യുഅ്തിൽ ജസീല, എത്രയോ നൽകുന്ന റബ്ബ്. വയഗ്ഫിറു ദംബൽ അദീമ, പാപങ്ങളൊക്കെ പൊറുക്കുന്ന റബ്ബ്. ഈ 5 പ്രാവുകളുടെയും തസ്ബീഹ് മഹാനവർകൾ കേൾക്കുകയാണ്. ഫദഹബ്തു ഫലമാ സമിഅ്തു ദാലിക, മഹാനവർകൾ അപ്പോ ബോധോദയം ഉദിക്കുകയാണ്. വജത്തു ഖൽബി ഖാലിയൻ അൻ ഹുബ്ബി ദുനിയാ, ദുനിയാവിനോടുള്ള മോഹമെല്ലാം എൻ്റെ മനസ്സിൽ നിന്ന് നീക്കപ്പെട്ടു പോയിട്ടുണ്ട്. ഫലമ്മാ അസ്ബഹത്തു, അങ്ങനെ രാവിലെ ആയപ്പോ സലക്തു തരീഖൻ, ഞാനൊരു വഴിയിൽ പ്രവേശിച്ചു. ബിനിയത്തി, അവിടെ ഉദ്ദേശിച്ചത്, ആ വഴിയിലൂടെ പോയിട്ട് ഉദ്ദേശിക്കുന്നത് അന്നുസല്ലിമ നഫ്സി, എന്റെ ശരീരത്തെ ഞാൻ സമർപ്പിച്ചു കൊടുക്കണമെന്നാണ്. ഇലാ മുർഷിദിൻ, ഒരു മുർഷിദിലേക്ക്, ഒരു ഷെയ്ഖ് മുറബിയിലേക്ക് സമർപ്പിച്ചു കൊടുക്കണം എന്ന ഒരു നിയ്യത്തിൽ ഒരു വഴിയിലേക്ക് അദ്ദേഹം കടന്നപ്പോ
ഫലഖീതു ശൈഖൻ ദാ ഹൈബത്തിൻ വവഖാർ, വളരെ ഗാംഭീര്യമുള്ള ഒരു വഖാറുള്ള ഒരു ശൈഖിനെ ഞാൻ കണ്ടുമുട്ടി. ഫബഅദ തസ്ലീമി, സലാം ചൊല്ലിയിട്ട് അഖ്സംതു ബില്ലാഹ് അൻ യുഖ്ബിറനീ മൻ ഹുവ, അല്ലാഹുവിനെ പിടിച്ച് ഞാൻ ചോദിക്കുകയാണ് ആരാണ് നിങ്ങളെന്ന് പറഞ്ഞു തരാൻ വേണ്ടി. ഫഖാല അനൽ ഖിദ്റു അലൈഹിസ്സലാം, ഖിദ്റാണെന്ന് പറഞ്ഞു. മഹാനരായ ഖിദ്ർ അലൈഹിസ്സലാം പറയുകയാണ് വഖദ് കുൻതു ഇൻദ ശൈഖി അബ്ദുൽ ഖാദിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനരായ ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പാന്റെ ഹദറത്തിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. വഹുവ സയ്യിദുൽ ആരിഫീന ഫിൽ വഖ്തി, ആ സമയത്ത് ആരിഫീങ്ങളുടെ നേതാവാണ്. ഫഖാല ലീ യാ അബൽ അബ്ബാസ്, മഹാനരായ ഖിദ്ർ അലൈഹിസ്സലാം ആ ഹദറത്തിൽ ഗൗസുൽ ആദം തങ്ങളുടെ ഹദറത്തിൽ നിൽക്കുന്ന സമയത്ത് ഗൗസുൽ ആദം തങ്ങൾ ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയാണ് യാ അബൽ അബ്ബാസ്, അബുൽ അബ്ബാസ് എന്നവരെ, ഇന്ന റജുലൻ, ഇന്നാലിന്ന വ്യക്തിയുണ്ടല്ലോ, അസാബഹു ജദ്ബത്തുൻ ഇലാഹിയ, ഇലാഹിയായ ആകർഷണം അയാളെ പിടികൂടിയിട്ടുണ്ട്. വനൂദിയ മിൻ ഫൗഖിസ് സമായി, ആകാശത്തിന്റെ അപ്പുറത്ത് നിന്ന് വിളിയാളം വന്നു. മർഹബൻ ബിക അബ്ദി, എന്റെ അടിമക്ക് സ്വാഗതം. വഅഹദല്ലാഹ അലാ അൻ യുസല്ലിമ നഫ്സഹു ഇലാ ശൈഖിൻ, ഒരു ശൈഖിലേക്ക് തന്റെ ശരീരം സമർപ്പിക്കണമെന്ന് അയാൾ കരാറ് ചെയ്തിട്ടാണ് നിലകൊള്ളുന്നത്. അയാളെ കൂട്ടിവരാൻ വേണ്ടി എന്നെ പറഞ്ഞയച്ചതാണ് ഗൗസുൽ ആദം തങ്ങള്. സുമ്മ ഖാല ലീ അൽ ഖിദ്ർ അലൈഹിസ്സലാം, ഖിദ്ർ അലൈഹിസ്സലാം പറഞ്ഞു ഫഅലൈക ബിമുലാസമതിഹി, ഗൗസുൽ ആദം തങ്ങളെ പിടിച്ചു നിന്നോ. സുമ്മ വജദ്തു നഫ്സി ബി ബഗ്ദാദ്, അങ്ങനെ ബഗ്ദാദിൽ എത്തിച്ചേർന്നു. ഫലഖീതു ശൈഖ അബ്ദുൽ ഖാദിരി, ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പാനെ കണ്ടുമുട്ടി. ഫഖാല ലീ, എന്നോട് പറഞ്ഞു മർഹബൻ ബിമൻ ജദബഹു മൗലാ ബിഅൽസിനതി ത്വയ്രി, പക്ഷികളുടെ നാവുകളിലൂടെ അല്ലാഹുവിന്റെ ആകർഷണം കിട്ടിയ മനുഷ്യ, നിനക്ക് സ്വാഗതം. വജമഅലഹു ഖൈറൻ കസീറാ, ഒരുപാട് ഖൈറുകളെ സമ്പാദിച്ച മനുഷ്യ, നിനക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കണം, ഗൗസുൽ ഒരു മനുഷ്യന് ഈ ഭൂമിയിലെ സകല വസ്തുക്കളും തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് എന്നതിന്റെ വിശദീകരണത്തിലാണ് ഇത് പറയുന്നത്. അപ്പൊ മനുഷ്യന് മാറ്റത്തിന് ആഗ്രഹിക്കുന്ന മനുഷ്യന് ദിക്റിലെത്തണം. മാറ്റത്തിന് ആഗ്രഹിക്കുന്ന മനുഷ്യൻ അവൻ ഒരു ശൈഖിലെത്തണം, ആ ശൈഖിൽ നിലകൊള്ളണം എന്നുള്ളതാണ് ഈ സംഭവത്തിലൂടെ പറയുന്നത്. അത് ഗൗസുൽ ആദം തങ്ങളിലേക്ക് എത്തുന്നതിന്റെ സംഭവമാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ആ വഴി എന്നെന്നും നിലനിൽക്കുന്നതാണ്. ഇന്നയതി അതിലദായിമതുൻ, മഹാനരായ ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പാന്റെ വഴി എന്നും നിലനിൽക്കുന്ന ആ വഴിയിൽ നമ്മൾ എത്തിച്ചേർന്നവർ അതിൽ നിലയുറപ്പിച്ച് നിന്ന്, സുബൂത്തായി നിന്ന്, എത്തിച്ചേരാത്തവർ അതിനു വേണ്ടി തേടി അന്വേഷിച്ച് പ്രാർത്ഥിച്ച് അതിലെത്തി കാമിലായ ദിക്റിന്റെ വഴിയിലെത്തി നിലകൊള്ളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പാന്റെ പ്രിയപ്പെട്ട മുരീദന്മാരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ ശൈഖ് തങ്ങളുപ്പാപ്പാന്റെ കബൂലാക്കപ്പെടുന്ന മുരീദന്മാരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.